സ്വർണ്ണ കവർച്ചാ കേസിൽ സിപിഎമ്മിനൊപ്പം കോൺഗ്രസും പ്രതിരോധത്തിലേക്ക്. സ്വർണ്ണ കവർച്ചാ കേസ് പ്രതികൾ കോൺഗ്രസ് നേതാവ് സോണിയയ്ക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ആയുധമാക്കി സിപിഎം. മുഖ്യമന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള അടുത്ത ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ കോൺഗ്രസും ആയുധമാക്കിയിരുന്നു. സ്വർണ്ണ കവർച്ചാ കേസ് വിവാദത്തിൽ രാഷ്ട്രീയ ഒത്തുതീർപ്പുണ്ടായേക്കാം എന്നുള്ള ആശങ്കയും വരുന്നു. പ്രജിത് മോഹനൻ ചേരുന്നു വിവരങ്ങളുമായി. പ്രജിത്ത്, ഇടതും വലതും സ്വർണ്ണക്കവർച്ചയിൽ ഒരുപോലെ പങ്കാളികളാണ് എന്നുള്ളത് ഇവർ തമ്മിലുള്ള വാദപ്രതിവാദങ്ങളിലും ആരോപണങ്ങളിൽ നിന്നും വ്യക്തമാകുകയാണല്ലേ? സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ്. ഈ സ്വർണ്ണക്കവർച്ച കേസിൻ്റെ ആദ്യഘട്ടത്തിൽ എല്ലാവരും CPM-ൻ്റെ നേതാക്കളായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആരോപണമൊക്കെ കോൺഗ്രസിൻ്റെ നേതാക്കളിലേക്കും പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ഈ സ്വർണ്ണക്കവർച്ച കേസിൻ്റെ തുടർച്ചഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ ചില ദൃശ്യങ്ങൾ, ഫോട്ടോകളൊക്കെ പുറത്തു വരുന്നു. പിന്നാലെ കടകംപള്ളി സുരേന്ദ്രനുമായും, അതായത് മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ അന്നത്തെ മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനുമായും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത ബന്ധമുള്ളതിനുള്ള ചിത്രങ്ങൾ പുറത്തു വരുന്നു. പിന്നാലെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരെല്ലാം CPM-ൻ്റെ ഉന്നതരായിട്ടുള്ള നേതാക്കൾ, CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാർ, N വാസു അടക്കമുള്ളവരാണ് അറസ്റ്റിലായത്. അങ്ങനെ CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണ് ഈ സ്വർണ്ണക്കവർച്ച കേസ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ സമുന്നതയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സ്വർണ്ണക്കടത്ത് കേസിലെ തന്നെ മറ്റൊരു പ്രതിയായിട്ടുള്ള ഗോവർദ്ധൻ്റെയും ചിത്രങ്ങൾ പുറത്തു വന്നത്. ഗോവർദ്ധന് ഒരു ഉപഹാരം സമ്മാനിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് നമ്മൾ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് നേരിട്ട CPM അതിനെ ശക്തമായ രാഷ്ട്രീയ ആയുധമായി മാറ്റിയെടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വസ്തുത. കാരണം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ എങ്ങനെയാണ് ഈ സോണിയാഗാന്ധിയെ പോലെ രാജ്യത്തെ ഏറ്റവും സുരക്ഷയുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ഒരാളായിട്ടുള്ള സോണിയാഗാന്ധിയുടെ അടുത്ത് ഇങ്ങനെ വളരെ എളുപ്പം എത്തുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ച കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും രംഗത്ത് വന്നിരുന്നു. കരുണാകരനും പഴയ കോൺഗ്രസ് നേതാവായിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കും പോലും ലഭിക്കാത്ത അപ്പോയിൻമെൻറ്റുകൾ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭ്യമായത് എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് ഒരുക്കി നൽകാൻ പത്തനംതിട്ട MP ആയിട്ടുള്ള ആൻഡോ ആൻ്റണിക്കും അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ MPയും കോൺഗ്രസ് UDF കൺവീനറുമായിട്ടുള്ള അടൂർ പ്രകാശിനും എന്ത് ബന്ധമാണ് ഈ സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുമായിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യവും മുഖ്യമന്ത്രി ചോദിച്ചു. അങ്ങനെ രാഷ്ട്രീയ ആരോപണം തിരിച്ച് കോൺഗ്രസിൻ്റെ തലയിലേക്ക് കൂടി തട്ടി നൽകിയിരിക്കുകയാണ് CPM ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു വിഷയം. അങ്ങനെ കോൺഗ്രസിനെ കൂടി ആരോപണം മുന്നിലേക്ക് നിർത്തുമ്പോൾ കോൺഗ്രസ് അങ്ങനെ എളുപ്പം കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവായി പോകാൻ കഴിയില്ല. കാരണം പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനെയും പോലെയുള്ള ഒരു ക്രിമിനലുകൾ എങ്ങനെ എത്തി എന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസിന് കൃത്യമായ മറുപടിയില്ല. അതോടൊപ്പം തന്നെ ഇവർക്ക് ഉന്നത കോൺഗ്രസ് നേതാക്കളുമായി എന്ത് ബന്ധമെന്ന ചോദ്യത്തിന് മറുപടിയില്ല. ആൻഡോ ആൻ്റണി അടക്കമുള്ള നേതാക്കൾ എങ്ങനെ ഈ സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളെ അവിടെ എത്തിച്ചു എന്നുള്ള ചോദ്യത്തിന് അവർക്ക് ഉത്തരമില്ല. അങ്ങനെ പല പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. അങ്ങനെ ആകെ കോൺഗ്രസ് വെട്ടിലായിരിക്കുന്നു. അപ്പോഴും ഏറ്റവും വലിയ ആശങ്കയുണ്ടാകുന്നത് ഇടതും വലതും സ്വർണ്ണക്കടത്ത് കേസിൽ ഇപ്പോൾ ആരോപണ മുനയിലെത്തി നിൽക്കുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള ആരോപണങ്ങൾ പരസ്പരം വെട്ടിത്തീരുക എന്നതിനപ്പുറത്തേക്ക് കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല എന്നുള്ളൊരു വിഷയവും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് കേസിൽ രണ്ട് പക്ഷവും ഇപ്പോൾ ആരോപണ വിധേയരായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കേസിലെ ആരോപണങ്ങൾ പരസ്പരം ആരോപിച്ച് ആ ആരോപണങ്ങളിലായി ഒതുങ്ങി ഒരു രാഷ്ട്രീയ ഒത്തുതീർപ്പിലേക്ക് ഈ വിഷയം പോകുമോ എന്നുള്ള സംശയവും ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. രോഹിണി. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.